ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിൽ തുടക്കം കുറിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ തിരുവനന്തപുരത്തെത്തും. ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും. ICC പുരുഷ ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലൻഡിനെതിരെ ഇംഗ്ലണ്ടിന് 160 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിൽ തുടക്കം കുറിക്കും. അജ്മീറിൽ 16,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഗുജറാത്തിലെത്തും. കേരളത്തിൽ ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞം മന്ത്രി വി ശിവൻകുട്ടി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഭാവിയിൽ എല്ലാ പെൺകുട്ടികളെയും ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കുക ലക്ഷ്യമിട്ടുള്ളതാണ് വാക്സിനേഷനെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ തിരുവനന്തപുരം ആക്കുളത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിലെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സൌകര്യത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. റീകോമ്പിനന്റ് സെല്ലുകൾക്കും സെന്ററുകൾക്കുമുള്ള ദേശീയ സംവിധാനം അദ്ദേഹം നാടിന് സമർപ്പിക്കും. ചടങ്ങിൽ വാർഷിക ശാസ്ത്രദിന പരിപാടിയും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി മുംബൈയിലെത്തി. ഇന്ത്യ കാനഡ സിഇഒമാർ, വ്യാവസായിക സാമ്പത്തിക വിദഗ്ധർ, അധ്യാപകർ തുടങ്ങിയവരുമായി അദ്ദേഹം സംവദിക്കും. ഞായറാഴ്ച ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മാർക്ക് കാർണി ചർച്ചകൾ നടത്തും. കേരളത്തെ കേരളമെന്ന് പുനർനാമകരണം ചെയ്തതിൽ നന്ദി അറിയിക്കാൻ എത്തിയ മലയാളി സാഹിത്യകാരന്മാരുടെ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സ്വീകരിച്ചു. സാഹിത്യകാരന്മാരുമായുള്ള ആശയവിനിമയം അങ്ങേയറ്റം ഉൾക്കാഴ്ച നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തോടും മലയാളത്തോടുമുള്ള അവരുടെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകളുടെ താക്കോൽ കൈമാറും. ടൌൺഷിപ്പ് ഉദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ഒരു വലിയ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു നിമിഷമാണ്. സോ വയനാടിന്റെ ഒരു അഭിമാന നിമിഷം പറയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മാർച്ച് 1 രാവിലെ 11 മണിക്ക് ടൌൺഷിപ്പിന്റെ ഇനാഗുറേഷൻ ബഹുമാനപ്പെട്ട കേരള CM ശ്രീ പിണറായി വിജയൻ അവർ ചെയ്യാൻ പോവുകയാണ്. നമുക്കിതിലെ ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അറ്റ് ദിസ് ടൈം വി വുഡ് ലൈക്ക് ടു താങ്ക് all of you for the support and എല്ലാവരും കൂടി ഒന്നും പങ്കെടുക്കണം നമ്മുടെ പരിപാടിയിലെ. ബിക്കോസ് ഇത്ര വലിയ പരിപാടി ആയതുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസും ആയതുകൊണ്ട് ഓരോരാളിനെ നമുക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. സോ എന്തായാലും പ്ലീസ് സപ്പോർട്ട് us, പ്ലീസ് ബി വിത്ത് us on that day. ഊർജ്ജ സംരക്ഷണ മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 0.9 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉപയോഗം കുറച്ചതുൾപ്പെടെയുള്ള നേട്ടങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിച്ചു. സംസ്ഥാനത്തെ വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ കഴിവും ഉൽപാദനക്ഷമതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നൽകുന്ന തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. 20 മേഖലകളിലെ തൊഴിലാളികളെയാണ് 2024 തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരത്തിന് പരിഗണിച്ചത്. കേരളത്തിൽ LDF സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് PB യോഗത്തിൽ ചർച്ച ചെയ്തതായി ശ്രീ MA ബേബി പറഞ്ഞു. തൃശൂർ ജില്ലാ കളക്ടറായ അർജുൻ പാണ്ഡ്യനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി നിയമിച്ചു. നിലവിലെ കളക്ടർ K. ഇമ്പശേഖറിനെ മാറ്റിയ ഒഴിവിലേക്കാണ് നിയമനം. ടൂറിസം ഡയറക്ടറായ ശിഖ സുരേന്ദ്രൻ തൃശൂർ ജില്ലാ കളക്ടറാകും. ദി കേരള സ്റ്റോറി 2 സിനിമയുടെ റിലീസ് തടഞ്ഞ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. 15 ദിവസത്തേക്ക് സിനിമയുടെ റിലീസ് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാവ് സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. സംസ്ഥാന വിനോദസഞ്ചാര മേഖലയിലെ ക്ലീൻ ഡെസ്റ്റിനേഷൻ തൊഴിലാളികളുടെ വേതനം 500 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനം. ക്ലീൻ ഡെസ്റ്റിനേഷൻ പദ്ധതിക്ക് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഏകദേശം 645 തൊഴിലാളികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിലെ EPFOയിൽ ലേബർ കോഡുകളെയും മറ്റ് അനുബന്ധ വിഷയങ്ങളെയും കുറിച്ചുള്ള 5ാമത് റീജിയണൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ലേബർ കോഡുകൾക്ക് തൊഴിലാളികൾക്കിടയിലും വ്യവസായ മേഖലയിലും വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് ശ്രീ മാണ്ഡവ്യ പറഞ്ഞു. ICC പുരുഷ ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലൻഡിനെതിരെ ഇംഗ്ലണ്ടിന് 160 റൺ വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലൻഡ് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 159 റണ്ണെടുത്തു. കൊളംബോയിലെ R. പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗുരുപവനപുരി ഉത്സവ ലഹരിയിലേക്ക്. വിശ്വപ്രസിദ്ധമായ ആനയോട്ടം നാളെ നടക്കും. ആനയോട്ടത്തിന് ശേഷം സന്ധ്യയ്ക്ക് സപ്തവർണ്ണക്കൊടി ഉയർത്തുന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഉത്സവാരവങ്ങളിലേക്ക് കടക്കുന്ന ആദ്യ ചടങ്ങായ ചരിത്രപ്രസിദ്ധമായ ആനയോട്ടം നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ നടക്കും. തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ നിന്നും ചങ്ങലപ്പൊട്ട് ചോടിവന്ന ഗജവീരന്മാരുടെ സ്മരണ പുതുക്കുന്ന ഈ ചടങ്ങോടെയാണ് ക്ഷേത്രനഗരി ഉത്സവാരവങ്ങളിലേക്ക് കടക്കുന്നത്. വിജയിക്കുന്ന ആനയ്ക്ക് ഉത്സവകാലത്ത് ഭഗവാന്റെ സ്വർണ്ണത്തിടമ്പ് വഹിക്കാനുള്ള ഭാഗ്യം ലഭിക്കുമെന്നതിനാൽ വൻ ആവേശത്തോടെയാണ് ഭക്തർ ഈ മത്സരത്തെ നോക്കിക്കാണുന്നത്. ദേവസ്വം ആനത്താവളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 15 ആനകളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസരത്തും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആനയോട്ടം കാണാനെത്തുന്നവർക്ക് നിയന്ത്രണങ്ങളും കർശനമാക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം. ദ്വാരപാലക ശില്പ കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് പതിപ്പിച്ചിട്ടുള്ള ഗ്രാനൈറ്റുകളിൽ ഭക്തർ ആറ്റുകാൽ പൊങ്കാല ഇടരുതെന്ന നിർദ്ദേശവുമായി ക്ഷേത്രം അധികൃതർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മോടി പിടിപ്പിച്ചതായതിനാൽ ആണ് നിർദ്ദേശം. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് കേരള വാട്ടർ അതോറിറ്റി കൺട്രോൾ റൂം തുറന്നു. വിളിക്കേണ്ട നമ്പർ 9188127947. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധന നടത്തുന്നതിന് പൊങ്കാല കഴിയുന്നതുവരെ പ്രത്യേക സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന ഇടുക്കി രൂപതയിലെ എഴുകുംവയൽ കുരിശുമലയിൽ നോമ്പുകാലത്തെ 2ാം വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് പീഠാനുഭവ യാത്ര നടന്നു. മലയടിവാരത്തെ ടൌൺ കപ്പേളയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. എറണാകുളം ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി P. രാജീവ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കുടിവെള്ള വിതരണം കൂടാതെ ജലേതര വരുമാനം കൂടി ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ പദ്ധതികൾക്ക് ജലവിഭവ വകുപ്പ് തുടക്കമിടുന്നു. ഇതിന്റെ ഭാഗമായി ഇടുക്കി പൈനാവിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ജലക്കരം കൂടാതെ മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പൈലറ്റ് പ്രോജക്ട് കൂടിയാണിത്. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് റിസ്ക് ഫണ്ട് ധനസഹായമായി 15 കോടി 19 ലക്ഷത്തിലേറെ രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി VN വാസവൻ. 1579 വായ്പകളിലായിട്ടാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിൽ തുടക്കം കുറിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ തിരുവനന്തപുരത്തെത്തും. ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും. ICC പുരുഷ ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലൻഡിനെതിരെ ഇംഗ്ലണ്ടിന് 160 റൺ വിജയലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.